ആന്ധ്രാപ്രദേശിലെ ശ്രീകാകുളം ന്യൂ കോളനിയിലായിരുന്നു 54 വയസ്സുള്ള കലാവതിയും അതുപോലെ തന്നെ 61 വയസ്സുള്ള വെങ്കിട്ടറാവുവും താമസിച്ചിരുന്നത്. അദ്ദേഹം മിലിറ്ററിയിൽ നിന്ന് റിട്ടയർ ആയ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. ഈ ദമ്പതികൾക്ക് 2 മക്കളായിരുന്നു ഉണ്ടായിരുന്നത്, ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും. രണ്ടുപേരുടെയും വിവാഹമൊക്കെ കഴിഞ്ഞ് ജോലിക്കും മറ്റൊക്കെ വേണ്ടി പുറത്തോട്ട് പോയിട്ടുണ്ടായിരുന്നു. ആ ഒരു വീട്ടിൽ ഇവർ രണ്ടുപേരും തനിച്ചായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. അന്ന് കൃത്യമായി പറഞ്ഞാൽ ജാനുവരി 19, 2025 ഉച്ചക്കൊരു 2:30 ടൈമൊക്കെ ആയപ്പോൾ ഈ കലാവതി തൻ്റെ ഹസ്ബൻഡായിട്ടുള്ള വെങ്കിട്ടറാവുവിൻ്റെ അടുത്ത് വന്നിട്ട് പറയുകയാണ്, നമ്മൾ തേക്കാനായിട്ട് കുറച്ച് തുണിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു, ഞാനത് വാങ്ങിയിട്ട് വരാമെന്ന്. അങ്ങനെ അവർ സ്കൂട്ടർ എടുത്തുകൊണ്ട് നേരെ പുറത്തോട്ട് പോവുകയായിരുന്നു. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞു, എന്നിട്ടും വൈഫ് തിരിച്ചു വരുന്നില്ല. അതായത് 2:30 ഒരു ടൈമിലൊക്കെ പോയ വൈഫ് 4 മണിയായിട്ടും 5 മണിയായിട്ടും തിരിച്ചെത്തുന്നില്ല. അപ്പോൾ ഇയാളിങ്ങനെ വൈഫിൻ്റെ ഫോണിലോട്ട് ട്രൈ ചെയ്യാണ്, എന്നാൽ ആ ഒരു കോളൊന്നും റീച്ച് ആകുന്നുണ്ടായിരുന്നില്ല. എന്തൊക്കെയാണെങ്കിലും വൈഫ് തിരിച്ചു വന്നോളും എന്നുള്ളൊരു ചിന്തയായിരുന്നു ആൾക്കുണ്ടായതും, അല്ല അമ്പലത്തിലോ മറ്റോ പോയതായിരിക്കുന്നതായിരുന്നു ആൾ കരുതിയത്. എന്നാൽ സമയം വീണ്ടും ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. വൈഫിനെ കുറിച്ച് യാതൊരു അഡ്രസ്സും ഇല്ല. അതുകൊണ്ട് തന്നെ ഫ്രണ്ട്സിനെയും റിലേറ്റീവ്സിനെയും മറ്റൊക്കെ ഈ വെങ്കിട്ടറാവു കോണ്ടാക്ട് ചെയ്യുകയാണ്, വൈഫ് അവിടെ എങ്ങാനും വന്നിട്ടുണ്ടോ എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട്. എന്നാൽ ആർക്കും തന്നെ ഈ ഒരു കലാവതി എങ്ങോട്ടാണ് പോയതെന്നുള്ളതിനെ കുറിച്ചിട്ട് യാതൊരു ഐഡിയയും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ആളുടെ ബൈക്ക് എടുത്ത് വൈഫ് പോകുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ പോവുകയാണ്. ആളുടെ ഫ്രണ്ട്സും ഇതേപോലെ തന്നെ കലാവതിയെ അന്വേഷിച്ച് ഇറങ്ങുകയായിരുന്നു. രാത്രി 7-8 മണി സമയമായിട്ടും അത്ര നേരം അന്വേഷിച്ചിട്ടും ഈ കലാവതി എങ്ങോട്ടാണ് പോയതെന്നുള്ളത് ഇവർക്ക് കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. അങ്ങനെ ഇവർ നേരെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒരു മിസ്സിംഗ് കംപ്ലൈൻറ്റ് ഫയൽ ചെയ്യുകയായിരുന്നു. പോലീസുകാർ അദ്ദേഹത്തോട് പറഞ്ഞു, ഇന്ന് രാത്രി എന്തായാലും നിങ്ങൾ വീട്ടിലോട്ട് പോക്കോ, നമ്മളൊന്ന് നോക്കാം. ഇനിയിപ്പോൾ നാളെ രാവിലെ ആയിട്ടും വൈഫ് തിരിച്ചെത്തിയില്ല എന്നുണ്ടെങ്കിൽ അവരോട് വിളിച്ചു പറയാനായിട്ട് പറയുകയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ കലാവതി അന്ന് എങ്ങോട്ടാണ് പോയത്, എന്താണ് അവർക്ക് സംഭവിച്ചത്, പോലീസുകാർ കലാവതിയെ കണ്ടെത്തിയോ ഇല്ലയോ, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. റസീൻ ദിസ് സൈഡ്. രാത്രി മുഴുവൻ വെങ്കിട്ടറാവു ഉറങ്ങാതെ കലാവതിയെയും കാത്തിരുന്നു. എന്നാൽ കലാവതി എത്തിയില്ല. അങ്ങനെ പിറ്റേ ദിവസമായി, അതായത് ജാനുവരി 20, 2025 രാവിലെ 6 മണിക്ക് തന്നെ ആള് പോലീസിനെ കോണ്ടാക്ട് ചെയ്യുകയാണ്. ഇതുവരെ തൻ്റെ വൈഫ് എത്തിയില്ല എന്നുള്ള കാര്യം പറയുകയും ചെയ്തു. അങ്ങനെ പോലീസുകാരൻ നേരെ ഇവരുടെ വീട്ടിലോട്ട് വരികയാണ്. വീട്ടിൽ ചെറിയ പരിശോധനകളും കാര്യങ്ങളൊക്കെ നടത്തി എന്തെങ്കിലുമൊക്കെ ഒരു ക്ലൂ കിട്ടുമെന്ന് നോക്കുന്നതിന് വേണ്ടിയിട്ട്. എന്നാൽ അവിടെ നിന്ന് അവർക്കൊന്നും തന്നെ കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. അങ്ങനെ പോലീസുകാർ ഇവരുടെ ഫോണും കാര്യങ്ങളൊക്കെ ട്രാക്ക് ചെയ്യാണ്. അതുപോലെ തന്നെ CCTV ഫുട്ടേജസും മറ്റുമൊക്കെ ട്രാക്ക് ചെയ്ത് നോക്കാനായിട്ട് തുടങ്ങുകയാണ്. പിന്നീട് അവർ നോക്കുമ്പോൾ ഇവരുടെ സ്കൂട്ടർ പോകുന്ന വിഷ്വൽസും കാര്യങ്ങളൊക്കെ പോലീസിന് കിട്ടുന്നുണ്ടായിരുന്നു. എന്നാൽ ഒരു പെർട്ടിക്കുലർ സ്ഥലത്ത് വരെയുള്ള വിഷ്വലായിരുന്നു അവർക്ക് കിട്ടിയത്. അതായത് അവിടെ നിന്ന് ഒരു 4 സ്ട്രീറ്റ് മാറിയിട്ട് അവിടെ ഒരു കോളേജ് ഉണ്ട്. ആ ഒരു കോളേജിൻ്റെ മതിലിൻ്റെ അടുത്ത് ഇവർ ആരും അറിയാതെ ആ ഒരു സ്കൂട്ടർ പാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് നടന്നു പോകുന്നതും CCTV വിഷ്വൽസിൽ ഉണ്ടായിരുന്നു. അങ്ങനെ അത് ട്രാക്ക് ചെയ്ത് പോലീസുകാർ പോകുമ്പോൾ അവരൊരു വീട്ടിലോട്ട് കയറി പോകുന്നത് വരെയുള്ള വിഷ്വൽസ് പോലീസിന് ലഭിക്കുകയാണ്. ഉടനെ തന്നെ പോലീസുകാർ ആ ഒരു സ്ഥലത്തോട്ട് എത്തുകയായിരുന്നു. അവരെത്തി നോക്കുമ്പോൾ ആ ഒരു വീട് പുറത്ത് നിന്ന് പൂട്ടി കിടക്കുകയായിരുന്നു. അപ്പോൾ നൈബേഴ്സിനോട് മറ്റൊക്കെ ചോദിച്ചപ്പോൾ അവിടെ ഒരു ചെറുപ്പക്കാരനാണ് താമസിക്കാറുള്ളതെന്ന് പോലീസിന് മനസ്സിലാവുകയാണ്. അങ്ങനെ പോലീസുകാർ ആ ഒരു പൂട്ട് പൊളിച്ച് വീടിൻ്റെ അകത്തോട്ട് കയറുകയായിരുന്നു. അങ്ങനെ അവർ അകത്ത് കയറി നോക്കിയപ്പോഴാണ് ആ ഒരു കാഴ്ച കാണുന്നത്. ബാത്റൂമിൽ ഹാഫ് നേക്കഡ് ആയിട്ട് 54 വയസ്സുള്ള ഈ ഒരു കലാവതി മരിച്ചു കിടക്കുന്ന ഒരു കാഴ്ചയായിരുന്നു അത്. അവരുടെ കഴുത്തിൽ റെഡ് കളറുള്ളൊരു പാട ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കഴുത്ത് ഞെരിച്ചാണ് കൊലപ്പെടുത്തിയത് എന്നുള്ളൊരു പ്രാഥമിക നിഗമനത്തിലോട്ട് പോലീസുകാരെത്തുകയായിരുന്നു. ഉടനെ തന്നെ അവർ ബോഡി റിക്കവർ ചെയ്തിട്ട് ഓട്ടോപ്സിക്കായിട്ട് അയക്കുകയാണ്. അതുപോലെ തന്നെ ബാക്കി ഉദ്യോഗസ്ഥരും ഫോറൻസിക് ടീമൊക്കെ സ്ഥലത്തോട്ട് എത്തുകയും ചെയ്തു, തെളിവുകളും മറ്റുമൊക്കെ ശേഖരിക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ താമസിക്കുന്നത് ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 31 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനായിരുന്നു. ശരത് കുമാർ എന്നായിരുന്നു ആളുടെ പേര്. അങ്ങനെ ആളുടെ ഫോൺ നമ്പറും മറ്റുമൊക്കെ വാങ്ങിയിട്ട് പോലീസുകാർ അത് ട്രാക്ക് ചെയ്ത് നോക്കിയപ്പോൾ അവിടെ നിന്ന് ഏകദേശം 5 കിലോമീറ്റർ മാറിയിട്ടുള്ള ഒരു ചായക്കടർ അവിടെ ആളുടെ ലൊക്കേഷൻ കാണുകയാണ്. നേരെ തന്നെ പോലീസുകാർ അവിടെ പോയി അയാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ആളെ സ്റ്റേഷനിലോട്ട് കൊണ്ടുവന്ന് നീയും കലാവതിയും തമ്മിലുള്ളൊരു ബന്ധം എന്താണ്, എന്തൊക്കെയാണ് അവിടെ സംഭവിച്ചത്, എന്തിനാണ് നീ അവളെ കൊന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കുകയാണ്. അപ്പോൾ തൻ്റെ വീട്ടിൽ നിന്ന് ബോഡി കിട്ടിയ തനിക്കിനി യാതൊരു രക്ഷയുമില്ല എന്ന് മനസ്സിലാക്കിയ അയാൾ നടന്ന കാര്യങ്ങളെല്ലാം തന്നെ പറയാനായിട്ട് തുടങ്ങി. അപ്പോൾ ഈ ഒരു കലാവതിയും ഇയാളും തമ്മിലുള്ള ബന്ധം തുടങ്ങുന്നത് ഒരു രണ്ട് വർഷങ്ങൾക്കൊക്കെ മുൻപാണ്. വയസ്സ് 54 ആയിട്ടുണ്ടെന്നുണ്ടെങ്കിലും കലാവതിക്ക് അവരുടേതായിട്ടുള്ള ഫിസിക്കൽ നീഡ്സൊക്കെ ഉണ്ടായിരുന്നു. അതിന് ഒരു ബാധ്യം എന്നുള്ളതാണ് ശരത് കുമാറിനെ ഇവർ മീറ്റ് ചെയ്യുന്നത്. അപ്പോൾ
ആ ഒരു ടൈമിൽ ശരത് കുമാറിന് 28 വയസ്സായിരുന്നു പ്രായം. ഇവർ മീറ്റ് ചെയ്തു, പരിചയപ്പെട്ടു, സംസാരിച്ചു. പിന്നീട് ഇവർക്കിടയിൽ ഒരു ഒരു ഇല്ലീഗൽ റിലേഷൻഷിപ്പ് ഉടലെടുക്കുകയായിരുന്നു. 2022 ഇതിൻ്റെ ഒരു സ്റ്റാർട്ടിങ്. അതിനുശേഷം കലാവധി സ്ഥിരമായിട്ട് ഇയാളെ കാണാനായിട്ട് പോകാറുണ്ടായിരുന്നു. ഇവർ തമ്മിൽ ഫിസിക്കൽ റിലേഷൻഷിപ്പും കാര്യങ്ങളൊക്കെ സ്ഥിരമായിട്ട് നടക്കാറുണ്ടായിരുന്നു. അപ്പോൾ വീട്ടിൽ നിന്ന് പുറത്തോട്ട് പോകണം, അമ്പലത്തിലോട്ട് പോകണം, ഫ്രണ്ട്സിനെ കാണാൻ പോകണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കലാവധി ഇറങ്ങാറുണ്ടായിരുന്നു. എന്നിട്ട് ആ ഒരു കോളേജിൻ്റെ അവിടെ ബൈക്ക് വെച്ചിട്ട് ഈ ഒരു പയ്യൻ്റെ വീട്ടിലോട്ട് വരുന്നതും അവർ തമ്മിൽ എന്താ പറയുക അവരുടെ ടൈം എൻജോയ് ചെയ്യുന്നതും പതിവായിരുന്നു. ആ ഒരു വീട് ആ പയ്യൻ വാടകയ്ക്കെടുത്ത് ഒറ്റയ്ക്കായിരുന്നു താമസിച്ചിരുന്നത്. അതിൻ്റെ ഒരു കാരണം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ പയ്യൻ്റെ സ്വഭാവം വളരെ മോശമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ പയ്യനെ വീട്ടിൽ നിന്ന് പുറത്താക്കിയതാണ്. അതിനുശേഷമാണ് ഇത്തരത്തിലുള്ള ഒരു വീടൊക്കെ വാടകയ്ക്ക് എടുത്തിട്ട് ആ പയ്യൻ താമസിക്കാനായിട്ട് തുടങ്ങിയത്. വളരെ ചെറുപ്പത്തിലേ തുടങ്ങിയിട്ട് എന്താ പറയുക പ്രോസ്റ്റിറ്റ്യൂട്ട്സിൻ്റെ അടുത്തോട്ട് പോകുക, പിന്നെ അതേപോലെ തന്നെ അല്ലറ ചില്ലറ ഉഡായിപ്പ് പരിപാടികൾ കാര്യങ്ങളൊക്കെ ചെയ്യുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട് വീട്ടുകാർക്ക് തന്നെ ഒരു ശല്യമായപ്പോൾ എനിക്കിങ്ങനെ ഒരു മകനില്ല എന്ന് പറഞ്ഞുകൊണ്ട് പാരൻസ് ആ പയ്യനെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതായിരുന്നു. അതിനുശേഷമാണ് ശരത് കുമാർ ചെറിയൊരു വീട് വാടകയ്ക്ക് എടുക്കുന്നതും അവിടെ താമസം തുടങ്ങുന്നതും. അല്ലറ ചില്ലറ ചെറിയ പണികളും അതുപോലെ തന്നെ കുറച്ച് ഉഡായിപ്പ് പരിപാടികളൊക്കെ ചെയ്തായിരുന്നു ആള് ജീവിച്ചു പോന്നിരുന്നത്. അപ്പോൾ ഈ ഒരു കലാവധിയെ കൂടാതെ മറ്റു പല സ്ത്രീകളുമായിട്ട് ഇയാൾക്ക് റിലേഷൻഷിപ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ അവിടെ കോളേജിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയുമായിട്ടും ഇയാൾക്കൊരു റിലേഷൻഷിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർ രണ്ടുപേരും ഇടയ്ക്കിടെ ആ ഒരു വീട്ടിലോട്ട് വരുന്നു പോകുന്നതൊക്കെ പതിവായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. ഇതിനിടയിൽ സംഭവിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഇയാൾ പൈസ അവിടെ നിന്നൊക്കെ കടം വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു 2-3 വർഷം കൊണ്ട് കടം ഒരു 3 ലക്ഷം രൂപയായിട്ട് മാറുകയാണ്. അപ്പോൾ ഇയാളുടെ മേലിൽ പൈസ ചോദിച്ചിട്ടുള്ള പ്രഷർ കൂടി വരാനായിട്ട് തുടങ്ങി. അങ്ങനെ ഇയാൾ കലാവധിയുടെ അടുത്ത് കുറച്ച് പൈസ കടമായിട്ട് തരുമോ എന്ന് ചോദിക്കുകയാണ് കടം വീട്ടുന്നതിന് വേണ്ടിയിട്ട്. എന്നാൽ കലാവധി പറഞ്ഞു തൻ്റെ കയ്യിൽ പൈസ ഇല്ല, പൈസ എല്ലാം ഹസ്ബൻഡിൻ്റെ പേരിൽ അക്കൗണ്ടിലാണ് കിടക്കുന്നത്, എനിക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്ത് നിനക്ക് തരാനായിട്ട് പറ്റില്ല എന്നുള്ളത് അവർ തീർത്ത് പറയുകയായിരുന്നു. അപ്പോൾ ശരത് കുമാർ പറഞ്ഞു ഏത് വിധേനയും എനിക്ക് പൈസ കിട്ടിയേ നടക്കുള്ളൂ, പൈസ കിട്ടില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ കാര്യം ആകെ കഷ്ടത്തിലാവുന്നൊക്കെ പറയുകയാണ്. എന്നാൽ എത്രയൊക്കെ പറഞ്ഞിട്ടും കലാവധി ഇയാളെ സഹായിക്കാനായിട്ട് തയ്യാറായില്ല. അപ്പോൾ എങ്ങനെയെങ്കിലും കലാവധിയുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങണമെന്നുള്ള ഒരു ഉദ്ദേശം അയാൾക്കുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് ജനുവരി 19, 2025 ഏകദേശം ഒരു ഉച്ച ടൈമിൽ ഈ കലാവധിയെ ശരത് കുമാർ വിളിക്കുന്നത്. എന്നിട്ട് ആൾ പറഞ്ഞു എനിക്കിതിനെ കാണണം എന്നുള്ള പോലെ തോന്നുന്നുണ്ട്, എന്തായാലും ഇങ്ങോട്ട് വരാനായിട്ട് പറയുകയാണ്. അങ്ങനെയാണ് കലാവധി തൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് തേച്ചത് വാങ്ങാൻ പോകണമെന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ സ്കൂട്ടർ എടുത്ത് നേരെ ആ ഒരു പയ്യൻ്റെ വീടിൻ്റെ അവിടോട്ട് ചെന്നത്. അവിടെ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ അവർ ആ ഒരു കോളേജിനോട് ചേർന്നിങ്ങായിട്ട് സ്കൂട്ടി പാർക്ക് ചെയ്തു. പിന്നെ എന്താ പറയുക ആരും കാണാതെ നേരെ ആ ഒരു വീടിൻ്റെ അകത്തോട്ട് കയറി പോവുകയായിരുന്നു. ആ ഒരു ടൈമിൽ അയാൾ അവിടെ ഇരുന്ന് മദ്യപിക്കുകയായിരുന്നു. അതിനുശേഷം ഇവർ രണ്ടുപേരും തമ്മിൽ ഫിസിക്കൽ റിലേഷൻഷിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ അതിനുശേഷം ഇയാൾ പണത്തിൻ്റെ കാര്യം ഈ ഒരു സ്ത്രീയുടെ അടുത്ത് ചോദിക്കുകയാണ്. എന്നാൽ കലാവധി ആദ്യം പറഞ്ഞ മറുപടി തന്നെയായിരുന്നു പിന്നെയും പറഞ്ഞത്. അതായത് എൻ്റെ കയ്യിലായിട്ട് പൈസ ഇല്ല, പൈസ മുഴുവൻ ഹസ്ബൻഡിൻ്റെ അക്കൗണ്ടിലാണ്, എനിക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് നിനക്ക് എടുത്ത് തരാനായിട്ട് പറ്റില്ല എന്നുള്ള കാര്യം ഇവർ തീർത്ത് പറയുകയാണ്. എന്നാൽ ആ ഒരു ടൈമിലാണ് ഇയാൾ കൂടുതലായിട്ട് കലാവധിയെ ശ്രദ്ധിക്കുന്നത്. അതായത് ഇവരുടെ കഴുത്തിൽ 1-2 ഗോൾഡിൻ്റെ ചെയിൻ ഉണ്ടായിരുന്നു, പിന്നെ എന്താ പറയുക കയ്യിൽ വള ഉണ്ടായിരുന്നു, മോതിരം ഉണ്ടായിരുന്നു, കമ്മലുണ്ടായിരുന്നു. അപ്പോൾ ഗോൾഡ് ആ ഒരു സ്ത്രീയോട് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തരില്ല എന്നുള്ളത് ഇയാൾക്ക് ഉറപ്പായിരുന്നു. ഇയാൾക്കാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഗോൾഡ് വേണം എന്നുള്ളൊരു തോന്നലും തോന്നുകയാണ്. അങ്ങനെ ആ ഒരു കലാവധി പ്രതീക്ഷിക്കാത്തൊരു സമയത്ത് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഇയാൾ കലാവധിയുടെ തന്നെ ഷോൾ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ കഴുത്ത് ഞെരിക്കുകയായിരുന്നു. അങ്ങനെ കഴുത്ത് ഞെരിച്ച് ആ ഒരു സ്ത്രീയെ കൊലപ്പെടുത്തുകയും ചെയ്തു. പിന്നീട് ഗോൾഡ് ആഭരണങ്ങൾ കാര്യങ്ങളൊക്കെ എന്താ പറയുക ശരീരത്തിൽ നിന്ന് അഴിച്ചു മാറ്റിയതിന് ശേഷം ആ ഒരു ബോഡി എടുത്തിട്ട് ആൾ നേരെ അവിടെ ടോയ്ലറ്റിൽ കൊണ്ടുപോയിട്ടു. കലാവധി തീരെ പ്രതീക്ഷിക്കാത്തൊരു ടൈമിലായിരുന്നു ആ ഒരു അറ്റാക്ക്. അതുകൊണ്ടൊന്ന് റെസിസ്റ്റ് ചെയ്യാൻ പോലും അവരെ കൊണ്ട് പറ്റിയിരുന്നില്ല. അങ്ങനെ ആ ഹാഫ് നേക്കഡ് ആയിട്ടുള്ള ബോഡി അതേപോലെ തന്നെയായിരുന്നു ആൾ ബാത്റൂമിൽ കൊണ്ടുപോയിട്ടത്. അതിനുശേഷം അയാൾ വീണ്ടും ഇരുന്ന് മദ്യപിക്കാനായിട്ട് തുടങ്ങി. ഒരു രാത്രി 8 മണി ടൈമൊക്കെ ആയപ്പോഴത്തേനും പറയാതെ ആൾ ഡേറ്റ് ചെയ്യുന്ന ആ ഒരു പെൺകുട്ടി ഉണ്ടല്ലോ ആ കോളേജിൽ പഠിക്കുന്ന ആ പെൺകുട്ടി നേരെ അങ്ങോട്ട് വരികയായിരുന്നു. അപ്പോൾ ആ ഒരു ബോഡി അങ്ങനെ ബാത്റൂമിൽ കിടക്കുന്നുണ്ടെന്നുള്ളത് ആ പെൺകുട്ടിക്ക് അറിയില്ലായിരുന്നു. നേരെ ആ പെൺകുട്ടി വന്നു, ഇവർ തമ്മിലും ഫിസിക്കൽ റിലേഷൻഷിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായി. ഏകദേശം 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ആ ഒരു പെൺകുട്ടി അവിടെ നിന്ന് പോവുകയായിരുന്നു. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഇതിനു മുൻപ് നടന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളത് ആ പെൺകുട്ടി അറിഞ്ഞിട്ടേ ഉണ്ടായിരുന്നില്ല ആ ഒരു ടൈമിൽ. അതിനുശേഷം സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരത് കുമാർ വീണ്ടും മദ്യപിച്ച് ലെക്ക് കെട്ട് അവിടെ കിടന്നുറങ്ങി. പിന്നെ ആൾക്ക് ബോധം വന്നപ്പോഴത്തേനും പിറ്റേ ദിവസം നേരം പുലർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പകൽ സമയത്ത് ആ ഒരു ബോഡി അവിടെ നിന്ന് ഒഴിവാക്കാമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നടക്കാത്തൊരു കാര്യമാണെന്നുള്ളത് ആൾക്ക് മനസ്സിലായി. അപ്പോൾ എന്തായാലും വൈകുന്നേരം നോക്കാമെന്നുള്ളൊരു മൈൻഡിൽ ആളെത്തുകയായിരുന്നു.
അങ്ങനെ ആളെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ തന്നെ അവിടെ നിന്ന് ഇറങ്ങി നേരെ ഈ ഗോൾഡ് ഓർണമെൻറ്റ്സ് എല്ലാം കൂടെ പണയം വെച്ച് ഒരു 50,000 രൂപ വാങ്ങുകയായിരുന്നു. എന്നിട്ട് ആ പൈസ താൻ എന്താ പറയുക കടം വാങ്ങിയ ആൾക്ക് കൊണ്ട് കൊടുക്കുകയായിരുന്നു. പിന്നീട് എന്ത് ചെയ്യും ഏത് ചെയ്യുന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഒരു ചായക്കടയിലിരുന്ന് ചായ കുടിക്കുന്ന ടൈമിലായിരുന്നു നേരെ പോലീസുകാർ ഇയാളെ അന്വേഷിച്ച് അങ്ങോട്ട് എത്തിയതും അതുപോലെ തന്നെ അയാളെ കസ്റ്റഡിയിൽ എടുക്കുന്നതും. ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞതുപോലെ, അതായത് രാവിലെ ഇയാൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയ ആ ഒരു ടൈമിൽ പോലീസുകാർ പാരലായിട്ട് കലാവതിയെ ട്രാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം അവർ എങ്ങോട്ടാണ് പോയതെന്നൊക്കെ ഉള്ളത് വെച്ചിട്ട് CCTV വിഷ്വൽസ് ഒക്കെ വെച്ചിട്ട് ട്രാക്ക് ചെയ്ത് നേരെ അയാളുടെ വീട്ടിലോട്ട് എത്തുകയായിരുന്നു. ഈ ഒരു വിവരം അറിഞ്ഞാൽ കലാവതിയുടെ ഫാമിലി മെമ്പേഴ്സ് ആകെപ്പാടെ ഷോക്കായി പോവുകയായിരുന്നു. ഈ ഒരു കേസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇയാളിപ്പോൾ ജയിലിലുമാണ്. ഇനിയിപ്പോൾ ഈ ഒരു കേസിൽ ഇനി ഫർദർ എന്തെങ്കിലും ഡെവലപ്മെൻറ്റ്സ് വരുമോ, സ്റ്റോറിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുമോ എന്നൊക്കെ ഈ ഒരു കേസിൻ്റെ ഫർദർ ഡെവലപ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ അനുസരിച്ചിട്ട് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതായിട്ട് വരും. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. ഈ ഒരു സ്റ്റോറി കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? നിങ്ങളുടെ തോട്ട്സും മറ്റും എന്തൊക്കെയാണെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ആൻഡ് ഇറ്റ്സ് മീ റദീൻ സൈനിങ് ഓഫ്. പീസ്. സ്റ്റേ പീസ്ഫുൾ ഗൈസ്. സ്റ്റേ സേഫ്.